കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ഇരിക്കുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഉണർവരുൾക്കൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാ. ഉണർവരുൾക്കൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക്കൈന്നേരം ദേവാ. താവകതുമുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക, താവകതുമുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക. ദൂതവൃന്ദം സാദരം വാഴ്ത്തിടും ആശിഷദായക. ഹല്ലേലൂയ പാടുവാൻ, ഹല്ലേൽ പാടേ മാറുവാൻ ദയ തോന്നണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക്കൈന്നേരം ദേവാ. ആണ്ടുകൾ ആകവേ തീർന്നിടും ആയതിൽ മുന്നമേ, ആണ്ടുകൾ ആകവേ തീർന്നിടും ആയതിൽ മുന്നമേ. നാഥനിൻ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ, നിത്യാനന്ദം നേടുവാൻ കൃപയേ ഗണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളെ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക്കൈന്നേരം ദേവാ. ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി, ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമേ. വന്നാലും നിന്നാലയെ, തന്നാലും ജീവാവിയെ തിരുവാഗ്ദത്തം പോൽ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക്കൈന്നേരം ദേവാ. കാഹളനാദവും കേൾക്കുവാൻ ആസന്ന കാലമായി, കാഹളനാദവും കേൾക്കുവാൻ ആസന്ന കാലമായി. വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമണാളനായി. നിൻവരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും നീതാ. ഒരു കീഴണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾക്കൈന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ മേവാ. ഉണർവരുൾക്കൈന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യവേള
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യഹൂദന്മാരും മുഹമ്മദിയരും ക്രിസ്ത്യാനികളും ഒരുപോലെ ബഹുമാനിക്കുന്ന പൂർവ്വ പിതാവായ അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വിളിയും വാഗ്ദത്തവുമാണ് ഇത്. ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടിൽ വിഗ്രഹാരാധനയുടെ മൗഢ്യം അബ്രഹാം മനസ്സിലാക്കി. മാത്രമല്ല, അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിൽ വലിയ മാറ്റം വരുത്തി. അതായത്, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ താൻ അത് അനുസരിക്കുകയും തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം കാണിക്കുവാനിരിക്കുന്ന ദേശത്തെക്കുറിച്ച് ഒരു വിവരവും നൽകിയില്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയ ദൈവ പൈതലേ, തികഞ്ഞ വിശ്വാസത്തിൽ മാത്രമേ എല്ലാം ഉപേക്ഷിച്ച് വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് ഒരറിവും കൂടാതെ പോകുവാൻ നമുക്ക് കഴിയൂ. എന്നാൽ നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് സകലവും ഉപേക്ഷിച്ച് ചെന്നാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ആദ്യം നാം ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് സമ്പൂർണ്ണ വിശ്വാസത്തോടെ അബ്രഹാമിനെ പോലെ ആ വ്യക്തിയിൽ നാം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ദൈവം വ്യക്തമായ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ വഴി നടത്തും. അതായത്, നമ്മുടെ ഓരോരുത്തരുടെയും മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ ഇടയാകും. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അബ്രഹാമിന് ലഭിച്ചതുപോലെ നമുക്കും നമ്മുടെ സന്തതിക്കുമുള്ള ആത്മീകവും ഭൗതികവുമായ അഭിവൃദ്ധി ക്രിസ്തു യേശുവിൽ കൂടി വലിയ പേര് മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചനയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവ് 41-10 വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, കാണാത്തതിനെ കണ്ടുകൊണ്ട് അത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വളരെയധികം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ആകമാനം വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ട ശക്തി തരും, മനഃശക്തി തരും, ആത്മശക്തി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് എന്നും, അത് ഹല്ലേലൂയ, അത് ഉവ്വ് തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മളോട് എന്ത് സംസാരിക്കുന്നുവോ, നമുക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കും. ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ കർത്താവേ, എനിക്കിത് അസാധ്യമാണ്, ഞാൻ എന്താ ഈ വഴിയിൽ കൂടി തന്നെ എന്നെ നടത്തുന്നത്,
എനിക്ക് യാതൊരു തരത്തിലും എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ലല്ലോ കർത്താവേ എന്ന് നീ എന്നോട് ഇങ്ങനെ പോകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പോകുന്ന വഴിയെല്ലാം ഹല്ലേലൂയ അതെ ദുർഘടമാണല്ലോ, അല്ലെ മുന്നോട്ടുള്ള യാത്ര അത് വളരെ ശുഭകരമായൊരു യാത്രയല്ലല്ലോ എന്ന് മാനുഷികമായി നമുക്ക് തോന്നുകയും പിശാച് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തുറന്ന വാതിലാണെങ്കിൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആട്ടുംകൊറ്റൻ അവിടെ മോറിയാമലയിൽ താഴ്വരയിൽ കൂടി താഴ്വരയിൽ നിന്ന് കയറി വരുവാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ അത് കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അബ്രഹാമിന് ദൈവം വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം അബ്രഹാം തൻ്റെ ബാലനെ യാഗമാക്കുവാൻ തന്നെ തീരുമാനമെടുത്ത് പോയപ്പോൾ തന്നെ ദൈവം അവിടെ യാഗത്തിനുള്ള ആടിനെ ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് ഇടപെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ വിശ്വാസത്തോട് നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ദൈവമെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണാത്തതിനെ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ് നമ്മുടെ വിശ്വാസത്തിൽ. വിശ്വാസം ഇപ്പോൾ തണുത്ത് ഉറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസത്തിൻ്റെ ആഴം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പല വ്യക്തികളും എന്നെ വിളിക്കുമ്പോൾ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ വിസയുടെ കാലാവധി എല്ലാം കഴിഞ്ഞു, അവർക്കിനി ഇങ്ങ് വരേണ്ട സമയമായി, ഇനിയും ഒരു ജോലി ഇതുവരെ ആയിട്ടില്ല, വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ വിളിച്ച ദൈവത്തിൻ്റെ മക്കളുണ്ട്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് ലോണുമൊക്കെ എടുത്ത് ചെന്നിട്ട് അവിടെ ചെന്നൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകരിന്നുണ്ട്. അവർക്ക് എന്താണ് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്താൽ പോയവരുമുണ്ട്, തൻ്റെ ഇഷ്ടത്താൽ പോയവരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവേ, ഞങ്ങൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അഥവാ ദൈവത്താൽ അവിടെ അയച്ചതാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയ ജോലിയും നിങ്ങൾക്ക് വേണ്ടിയ ഓഫർ ലെറ്ററൊക്കെ കർത്താവ് തന്നെ തരും. ഈ ദിവസങ്ങളിലൊക്കെ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഭൗതിക നന്മ ലഭിക്കുന്നതിന് വേണ്ടിയാണോ ദൈവത്തെ സ്തുതിക്കുന്നത്? അല്ല. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം ഇറങ്ങി, ദൈവം നീതിയായി കണക്കിട്ടു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ വിളിച്ചു ഇറക്കിയെങ്കിൽ ദൈവം വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് ദൈവ പൈതലേ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂടിയാണോ യാത്ര ചെയ്യുന്നത്? നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ വഴി നിരപ്പാക്കും, നമ്മുടെ ദുർഘടങ്ങളെ നിരപ്പാക്കും. ഹല്ലേലൂയ. നമുക്ക് സമഭൂമിയാക്കി നമ്മളെ യഥാർത്ഥമായി നമ്മളെ എവിടേക്ക് എത്തിക്കണമെന്ന് നമ്മുടെ കർത്താവിനറിയാം. ഈ ഭൂമിയിലെ കുറച്ച് നന്മകളും അത് കണ്ട് അതിനകത്ത് നമ്മൾ മയങ്ങിക്കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ ആയുസ് ഏറെയായാൽ 80 സംവത്സരം എന്ന് ഞാൻ പറയുന്നത് പോലെ, എന്നാൽ ആ ആയുസ് വരെ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഈ കണ്ട ഈ നന്മകളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ ഭരിക്കാത്തത് കൊണ്ടാണ് പല വിധത്തിലും നമ്മൾ ഇവിടെ കിടന്ന് ഉഴലുമാറ് കഷ്ടം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നാരെങ്കിലും തലമുറയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഏതൊക്കെ ആയിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നിങ്ങൾക്ക് കഴിയാത്തത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നിശ്ചയമായി നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. യഹോവയാൽ കഴിയാത്തത് വല്ലതുമുണ്ടോ? ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിലും ആ വിഷയത്തിനൊരു മറുപടി നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ പൂർണ്ണമായി നമുക്കൊന്ന് ആശ്രയിക്കുവാൻ ഇന്ന് പകൽക്കാലം കഴിയുമോ? ദൈവത്തെ കൊണ്ട് കഴിയാത്തത് വല്ലതുമുണ്ടോ? സകലത്തെയും ഒരു വാക്കിനാൽ ഉളവാക്കിയ ദൈവം, പഞ്ചസാര മണലുകൊണ്ട്
കടലിനെയും ഭൂമിയെയും തമ്മിൽ അതേ വേർതിരിച്ച ദൈവം. ഹല്ലേലൂയ. അതിനെ അതിരിട്ട ദൈവം. ആമേൻ, സ്തോത്രം. വെള്ളം അതേ ഭൂമിയെ മുക്കാതിരിപ്പാൻ തക്കവണ്ണം കടലിൽ ഒരിടത്ത് നിർത്തി, അതേ ഭൂമി ഒരിടത്തോട്ട് നിർത്തിയിട്ട് അതിൻ്റെ മധ്യേ പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ദൈവം. അതെ, നമ്മുടെ കാര്യങ്ങളെ, ആ ഭയങ്കരമായ പ്രകൃതിയെയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തിന് നമ്മുടെ കുഞ്ഞു വിഷയത്തിനകത്ത് ഹല്ലേലൂയ മറുപടി തരാതിരിക്കാൻ കഴിയുമോ ദൈവ പൈതലേ? ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസ്തയോടെ നിന്ന് നമ്മളെ കർത്താവ് എന്തെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തയോടെ, കപടതയില്ലാതെ, ആത്മാവിൽ കപടതയില്ലാതെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിക്കുകയാണെങ്കിൽ, ഹൃദയപരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതേ സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിക്കും. ഈ ഭൂമിയിലെ നന്മ മാത്രമല്ല, സ്വർഗത്തിലെ നന്മയും നമുക്ക് തന്നിട്ടാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയും കർത്താവ് അധികം താമസമെന എത്രയും പെട്ടെന്ന് കർത്താവ് വരും. ആ വരുമ്പോൾ ഹല്ലേലൂയ നമ്മളെ നിത്യതയിലേക്ക്, അല്ലെ സ്വർഗത്തിൽ എത്തിക്കുവാൻ കോടാനുകോടി അല്ല, നിത്യത മുതൽ നിത്യത വരെ അതേ വളരെയധികം അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുവാൻ തക്കവണ്ണം ഒരുക്കി നമുക്ക് വേണ്ടി ആ സ്വന്തം ജീവനെ നമുക്ക് തന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മ തരുന്ന ഒരു നല്ല ദൈവം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മൾ വിശ്വസ്തരായി ജീവിക്കുവാണെങ്കിൽ കർത്താവ് നിശ്ചയമായും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ അതെ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞ ആ കർത്താവ് നമ്മളെ പുലർത്തുവാൻ സർവശക്തനായതുകൊണ്ട് ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് വിഷയത്തിൽ ഭാരപ്പെടുകയാണോ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്താൽ ഒരു മറുപടി ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മൾ ഏത് പ്രയാസമുള്ള, ഏത് ദുർഘടമായ കാര്യമാണോ അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിനക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാനാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പയുടെ കയ്യിലേക്ക് നമ്മുടെ സകല വിഷമതകളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട്, കർത്താവ് തന്നെ നമുക്ക് ഒരു ഉത്തരവാദിയാണ്, കർത്താവ് നമ്മുടെ ഉടമസ്ഥനാണ്, കർത്താവ് നമ്മുടെ അതേ രക്ഷകനാണ്, കർത്താവ് സർവശക്തനാണ്, കർത്താവ് സർവജ്ഞാനിയാണ്. ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ആ ദൈവകരത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അതേ നിർജീവത്വത്തിൽ അതേ ജീവനെ കൊടുത്ത ദൈവം, അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു എങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. 90ഉം 100ഉം വയസ്സിൽ കർത്താവെ നിർജീവത്വത്തിൽ തലമുറയെ കൊടുത്ത ദൈവം, വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാകയാൽ ഹല്ലേലൂയ, ആ ദൈവം ഞങ്ങളെയും നടത്തുവാൻ സർവശക്തൻ. ആ ദൈവം ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുവാൻ സർവശക്തനാണെന്ന് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന നല്ല ദൈവമേ, ഞങ്ങൾക്ക് ആ തങ്കച്ചോര മൊത്തം ഊറ്റി അതേ ആ ജീവനെ ഞങ്ങൾക്ക് തന്ന ദൈവമേ, ഞങ്ങൾക്ക് ഭൂമിയിലെ നന്മ സ്വർഗത്തിലെ തന്നെങ്കിൽ ഭൂമിയിലെ തരാതിരിക്കുമോ? അത് വിശ്വസ്തയോടെ അത് വിശ്വസിച്ച് അത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ദിനം പ്രതി കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ വെള്ളക്കുഴിയാക്കി ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. കേൾക്കുന്ന നിന്റെ മക്കളെയും പറയുന്ന അടിയനെയും ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തും രാജ്യത്ത് അതേ ലോകരാജ്യങ്ങളുള്ള സകല കർത്താവെ മക്കളെയും തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, പ്രത്യേക ഞങ്ങൾ ഈ താമസിക്കുന്ന കർണാടക സംസ്ഥാനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഈ 31 ജില്ലകളോടും അങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സകല ഭരണാധികാരികളെയും മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെ സകല നേതാക്കന്മാരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. സകല ഭക്തന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. കർത്തൃദാസന്മാരെ, കുടുംബങ്ങളെ, വിശ്വാസി സമൂഹത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. തണുത്ത് ഉറഞ്ഞ വിശ്വാസത്തോടെ ആരെങ്കിലും ഇരിക്കുന്നു, നിരാശപ്പെട്ട് മടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
അപ്പോൾ ഈ ദേശത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇവിടെ ഹല്ലേലൂയ വിദ്യാഭ്യാസത്തിനായി വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവിധ കഷ്ടപ്പെടുന്നതിലും പ്രതികൂലത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ ആരെങ്കിലും കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ, അനാഥ അവസ്ഥയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവരെ അനുഗ്രഹിക്കണമേ. വിവിധ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അവരെ അനുഗ്രഹിക്കണം. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ 28 സ്റ്റേറ്റിനും 9 കേന്ദ്രഭരണ പ്രദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദേശത്തും വിദേശത്ത് അതേ അന്യ സംസ്ഥാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനവാസയോഗ്യമുള്ള സകല കർത്താവെ സ്തോത്രം ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ പ്രാർത്ഥന റിക്വസ്റ്റ് തന്നിരിക്കുന്ന കർത്താവെ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ്. വോയിസ് മെസ്സേജിൽ കൂടിയും ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളെ ഫോൺ കോളിൽ കൂടി വിളിച്ചവര് അനേക കർത്താവെ വോയിസ് ഇട്ടവരെല്ലാവരെയും തിരുക്കരങ്ങളേൽപ്പി അവരുടെ വിഷയങ്ങളുടെ മേൽ അവരുടെ അവസ്ഥകളുടെ മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതയിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രോഗികളായി, ക്യാൻസർ രോഗികളായി കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നീ അവരോട് കരുണ തോന്നണമേ. അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി കൃപാവരങ്ങൾ തന്നു, രോഗസൗഖ്യ വരം തന്നു. ഞങ്ങൾക്ക് കൃപാവരങ്ങൾ കർത്താവെ അനവധി കർത്താവെ നന്മകൾ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ അത് കർത്താവ് സൗജന്യമായി തന്നത് സൗജന്യമായി നിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ വിധത്തിൽ കഷ്ടം അനുഭവിക്കുക, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സിൻ്റെ വക്കത്തെത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ കർത്താവെ രണ്ടിടത്ത് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ഒന്നിച്ച് ആമേൻ വേഗത്തിൽ മുപ്പിരിച്ചവരുടെ അറ്റുപോകുകയില്ല. രണ്ടുപേരൊത്തിട്ടല്ലാതെ വല്ലതും നടക്കുമോ കർത്താവെ? കുടുംബജീവിതത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. കർത്താവാകുന്ന കർത്താവെ ആ മൂന്നാമത്തെ ചരടും കൂടെ ചേർന്ന് മുപ്പിരിച്ചവരുടെ അറ്റുപോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നേഹത്തോടെ ആമേ സ്തോത്രം ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവെ. സകല മാനവരാശിയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. വിവിധ പ്രതികൂലങ്ങളായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ഓരോ വിഷയങ്ങളെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ നിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സകലരോടും അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണം. സകലവരുടെയും വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിരാശയുടെ മടുപ്പിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലരും വിടുവിക്കപ്പെടുവാൻ, സകലരും നിത്യതയിൽ എത്തപ്പെടുവാൻ സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്ന് പകൽക്കാൽ ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കാ നന്ദി കർത്താവെ. ഈ പ്രാർത്ഥന പ്രസംഗം അതേ പാട്ട് എല്ലാം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ കർത്താവെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളോടൊപ്പം അതേ തലവണയ്ക്ക് ഇരിക്കുന്ന നിൻ്റെ മക്കളെ, ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവെ ഈ പാടുവാനും പ്രസംഗിക്കുവാനും കർത്താവെ സകല വഴികളും ദൈവം തുറന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ വഴിയെ അടയ്ക്കുന്ന സകല പൈശാചിക ശക്തികളുടെ മേലും വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളും വഴിമാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സകല ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് സകല ജനത്തെ വിടുവിച്ച് ദൈവത്തിങ്കിലേക്കുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്ന സകല ഇരുളിൻ്റെ മണ്ഡലത്തിന് ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഉണർവിൻ്റെ കാറ്റ് അയക്കണമേ. ശക്തമായ ഉണർവ് ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ മഹത്വം ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. ഓരോ ഭവനത്തിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവെ നല്ലൊരു ഉണർവിൻ്റെ ശക്തമായൊരു ഉണർവ് ഈ 2024 തീരുന്നതിന് മുമ്പ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് അങ്ങ് അയക്കണമേ. കർണാടക സ്റ്റേറ്റിലേക്ക് അയക്കണമേ പ്രത്യേക. ഹല്ലേലൂയ. വിദേശങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലവും കർത്താവ് സകലവിധമായ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.